നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് സുപ്രധാന ദിവസമായിരുന്നു 2024 ജൂലൈ 26. സ്കൂളിൻ്റെ വികസന പാതയിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തുകൊണ്ട് ഹയർ സെക്കൻഡറിക്ക് വേണ്ടിയുള്ള പുതിയ ഒരു കെട്ടിടം നിലവിൽ വന്നു. പട്ടാമ്പി MLA ശ്രീ മുഹമ്മദ് മുഹസിൻ്റെ 1 കോടി രൂപ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. 4 ക്ലാസ് മുറികളാണ് ഈ കെട്ടിടത്തിലുള്ളത്. നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ പശ്ചാത്തല വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടന്നു വരുന്ന സന്ദർഭമാണ്. അതിൻ്റെ ഭാഗമായി നാം തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിൻ്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 1 കോടി രൂപ ചെലവിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഇന്ന് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കൂടാതെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ 2 കോടി രൂപ ചെലവിലുള്ള മറ്റൊരു കെട്ടിടം നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മികച്ച അധ്യയനം സാധ്യമാക്കാൻ കഴിയുന്ന ഭൗതിക സൗകര്യങ്ങൾ ഉറപ്പാകും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായൊരു ദിവസമാണ് ഇന്ന്. നടുവട്ടം സ്കൂള് മികവിൻ്റെ കേന്ദ്രമായി ഉയർന്നിട്ട് വർഷങ്ങളായി. കഴിഞ്ഞ 8 വർഷമായിട്ട് പട്ടാമ്പി ഉപജില്ലയിലെ സബ് ജില്ലാ കലോത്സവം ചാമ്പ്യന്മാർ, അതുപോലെ തന്നെ സ്പോർട്സ്, മറ്റ് മേളകൾ, ഇതിലൊക്കെ 1ാം സ്ഥാനത്തെത്തിയിരുന്ന സ്കൂളായിരുന്നു. അതുപോലെ തന്നെ അക്കാദമികപരമായിട്ട് ഏറ്റവും നല്ല റിസൾട്ടും സബ് ജില്ലയിലെ നടുവട്ടം ജനത വർഷങ്ങളായിട്ട് കൈവരിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് കാര്യമായിട്ടുള്ള ഇരിപ്പിട സൗകര്യം ഇല്ല, അതുപോലെ തന്നെ ലാബ് സൗകര്യങ്ങളില്ല എന്നുള്ളതായിരുന്നു ഒരു കുറവായിട്ടുണ്ടായിരുന്നത്. അതിനും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും പട്ടാമ്പിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ മുഹസിൻ അവറുകളും പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. മനോഹരമായ 4 ക്ലാസ് മുറികളാണ് പുതിയ ബിൽഡിങ്ങിൽ ഇന്ന് ശ്രീ മുഹസിൻ MLA അവറുകൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒരു ബിൽഡിങ്ങിൽ ഉള്ളത്. നമ്മുടെ ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പുതിയ കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ആഹ്ലാദ നിമിഷത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ ഭൗതിക രംഗത്ത് വളരെ പിന്നോക്കം നിന്ന നമ്മുടെ സ്കൂളിനെ അക്കാദമിക് രംഗത്തേക്കും ഭൗതിക രംഗത്തേക്കും ഈ ഒരു 10 വർഷക്കാലത്തിനുള്ളിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം പട്ടാമ്പിയിലെ മികവിൻ്റെ കേന്ദ്രമായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ നമ്മുടെ ജനതാ സ്കൂളായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു 5 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് അനുവദിക്കുകയും ഈ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് അതിമനോഹരമായൊരു കെട്ടിടം നമ്മൾ നിർമ്മിക്കുകയും ചെയ്തു. തുടർന്ന് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം കുറച്ച് കുറവായത് കാരണം നിരന്തരമായി നമ്മൾ MLAയോടും സർക്കാരിനും ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായി 2 തവണയായി നമുക്ക് 3 കോടി രൂപ ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ അനുവദിച്ചു തരികയുണ്ടായി. അതിൽ 2016-17 സാമ്പത്തിക വർഷത്തിലെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ നമുക്ക് നൽകുകയും 1 കോടി രൂപ കൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ പട്ടാമ്പിയുടെ MLA നിർവഹിക്കാൻ പോകുന്നത്. ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. കാരണം MLA ഫണ്ടിൽ നിന്ന് നമുക്ക് ഒരു പുതിയ ബിൽഡിംഗ് +2 അനുവദിച്ചിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ പങ്കെടുക്കുന്നു. എല്ലാ കുട്ടികൾക്കും വളരെ സന്തോഷത്തോടുകൂടെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ എല്ലാവരും രക്ഷിതാക്കളുമായിട്ട് വിജയോത്സവം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി രക്ഷിതാക്കളുമായിട്ടും നാട്ടുകാരും കുട്ടികളും എല്ലാം വളരെയധികം സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു സുപ്രധാന ദിനമാണ് ഇന്ന്. അതേമാതിരി വിദ്യാർത്ഥികളും പഠിക്കാനുള്ള ആവേശമുണ്ട്, അത് പഠിക്കണം എന്നുള്ള താല്പര്യമുണ്ട്. അതുകൂടി പ്രധാന ഘടകം തന്നെയാണ്. വിദ്യാർത്ഥികൾ പഠിക്കാൻ തയ്യാറായുള്ള അധ്യാപകർ പഠിപ്പിക്കുള്ളൂ. അധ്യാപകർ പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉന്നത വിജയം നേടാൻ നമ്മുടെ ജനതാ ഹൈസ്കൂളിൽ കഴിഞ്ഞത്. അതുമാതിരി നമ്മുടെ പട്ടാമ്പി MLAയുടെ സപ്പോർട്ട് ജനതാ ഹൈസ്കൂളിൽ കണ്ടമാനുണ്ട്. 8 കോടി രൂപയുടെ പദ്ധതി നമ്മുടെ ജനതാ ഹൈസ്കൂളിൽ വന്നിട്ടുണ്ട്.
പട്ടാമ്പി മണ്ഡലത്തിലെ മികവിൻ്റെ കേന്ദ്രമാക്കി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയമാണ് നടുവട്ടം ജനതാ സ്കൂള്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നിയോജക മണ്ഡലത്തിലൊരു വിദ്യാലയം അത്തരത്തിൽ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി ഞാൻ തിരഞ്ഞെടുത്തത് നടുവട്ടം ജനതാ സ്കൂളിനെ. അന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഈ സ്കൂളിലെ എല്ലാ കെട്ടിടങ്ങളും വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലായിരുന്നു. മികച്ച കെട്ടിടങ്ങളും ക്ലാസ് മുറികളും വളരെ കുറവായിരുന്നു. എന്നാൽ ആദ്യഘട്ടം എന്ന നിലക്ക് 5 കോടി രൂപയുടെ ഏറ്റവും മികച്ച ക്ലാസ് മുറികളും കെട്ടിട സമുച്ചയം ഇവിടെ യാഥാർത്ഥ്യമാക്കി. അതിൻ്റെ അടുത്ത ഘട്ടം ഹയർ സെക്കൻഡറിക്ക് MLA ഫണ്ടിൽ 1 കോടി രൂപ നൽകിക്കൊണ്ടുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ച് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. അപ്പുറത്ത് 2 കോടി രൂപയുടെ മറ്റൊരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം കൂടി നടക്കുകയാണ്. പ്രാർത്ഥനക്കായി എല്ലാവരും നിശബ്ദരായി എഴുന്നേറ്റ് നിൽക്കണമെന്ന് അറിയിക്കുന്നു. ജയ ജഗദീശ ജയ സകലേശ ജഗദോദാരകദേവാ സകലവും നീയേ ശരണവും നീയേ സായുജ്യം നീയേ. മുഹമ്മദ് മുഹ്സിൻ അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എ അസീസ്, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടിക്ക് അടക്കമുള്ള ജനപ്രതിനിധികൾ, PTA പ്രസിഡന്റ് കരീം അടക്കമുള്ള PTA ഭാരവാഹികൾ, നമ്മുടെ HM, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകർ, രക്ഷിതാക്കൾ, ഇന്ന് അനുമോദനം ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ, ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ വിശദമായിട്ടുള്ള ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് മുതിരുകയല്ല. പട്ടാമ്പി മണ്ഡലത്തിൽ ഞാൻ MLA ആയി ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അതിന്റെ ഭാഗമായിക്കൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞങ്ങളെ MLA-മാരെ വിളിക്കുകയും ഞങ്ങൾക്ക് കത്ത് തരികയും ചെയ്തു. മണ്ഡലത്തിലെ ഒരു വിദ്യാലയം മികവിന്റെ കേന്ദ്രമാക്കി തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അവസരം നൽകുകയാണ്. നിങ്ങളൊരു വിദ്യാലയം തന്നാൽ അവിടെ 5 കോടി രൂപയുടെ കെട്ടിടം സർക്കാർ അനുവദിക്കും. MLA ഫണ്ടിൽ ഒരു വിഹിതം അതും ചിലപ്പോൾ നൽകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാലയം തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഏറ്റവും മോശം കെട്ടിടങ്ങളുള്ള വിദ്യാലയം ഏതൊക്കെയാണ് എന്ന് ഞാൻ നോക്കി. കാരണം നമുക്ക് പ്രഖ്യാപിച്ച് വലിയ ക്രെഡിറ്റ് കിട്ടുക എന്നുള്ളതല്ല, അവിടെ പഠിക്കുന്ന നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനപ്പെടണം. അങ്ങനെ കരുതിക്കൊണ്ട് നോക്കിയപ്പോഴാണ് ഈ അടുത്ത കാലത്തൊന്നും പുതിയ കെട്ടിടങ്ങൾ അധികം വരാത്ത, മാത്രമല്ല സർക്കാർ ഏറ്റെടുത്തിട്ട് അധിക കാലമായിട്ടില്ലാത്ത ജനത എന്ന പേരുള്ള നല്ലൊരു വിദ്യാലയമാണ്. കുട്ടികളുടെ പെർഫോമൻസ് തരക്കേടില്ലെന്നുമല്ല, മികച്ച പെർഫോമൻസ് ഉള്ള കുട്ടികളാണ്. പക്ഷെ സൗകര്യം കുറവാണ്. അപ്പം ഞാൻ എഴുതി കൊടുത്തു നടുവട്ടം ജനതാ സ്കൂൾ. ഗ്രൗണ്ടിന് സമീപമുള്ള PTA ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം പ്രൗഢഗംഭീരമായിരുന്നു. റിയാലിറ്റി ഷോ താരവും നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയുമായ ഫാത്തിമ ഷഹാനയുടെ ഗാനത്തോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കുകയുണ്ടായി. +1 വിദ്യാർത്ഥിയായ സുദേവ് കൃഷ്ണയുടെ ഗാനവും പരിപാടിയുടെ ഭാഗമായി നടന്നു.